പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിവിടെ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി വിധിക്ക് സ്റ്റേ, നിയന്ത്രണങ്ങൾ അപ്രായോഗികം. ഇത് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഈ മൈത്രേയൻ എപ്പോഴും പറയാറുണ്ട്, ഈ കോടതികളിലും സുപ്രീം കോടതിയിൽ ഇരിക്കുന്നവന്മാരൊക്കെ ജനങ്ങളെപ്പോലെ ശുംഭന്മാർ ആണെന്നാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, മൈത്രേയൻ പറഞ്ഞതാണ്. റെക്കോർഡിക്കലായി അത് തെളിയിക്കാൻ സാധിക്കും. ഈ കുറിയിട്ട് ചന്ദനം തൊട്ട് തൊപ്പി വെച്ച് താടി വെച്ച് ലോഹയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെ വിധിന്യായം പുറപ്പെടുവിക്കാൻ വരുന്ന ന്യായാധിപന്മാർ, ഇവരുടെ ന്യായങ്ങൾ അത് ന്യായാധിഷ്ഠിതമായിരിക്കുമോ? തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ സ്വാധീനം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാവില്ല എന്ന് തീർത്തും പറയാനാവില്ല. കാരണം നമ്മെ നയിക്കുന്നത് നമ്മുടെ ബോധ്യങ്ങളാണ്, വിശ്വാസങ്ങൾ. അങ്ങനെയുള്ള ജഡ്ജിമാർ വരുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ വിധിയെ സ്വാധീനിക്കും. ഇല്ല എന്നൊക്കെ സ്വർണ്ണ ലിപികളാൽ നമുക്ക് എഴുതി വയ്ക്കാൻ സാധിക്കും. വിധിക്കുന്ന ജഡ്ജിൻ്റെ മനസ്സിൽ ഈ ലിപികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ആ ലിപിയുടെ അർത്ഥം ഗ്രഹിക്കാൻ പാകത്തിലുള്ളതല്ല അവരുടെ വിശ്വാസ മസ്തിഷ്കം. ആന എഴുന്നള്ളിപ്പ് അപ്രായോഗികം. ആന എഴുന്നള്ളിപ്പിൻ്റെ നിയന്ത്രണങ്ങൾ അപ്രായോഗികമെന്നാണ് പറയുന്നത്. അതായത് ഉത്സവം, അതിൽ ആനയെ എഴുന്നള്ളിക്കുക. കാട്ടാന ഇപ്പം എന്നെയോ നിങ്ങളെയോ പിടിച്ച് കാട്ടിൽ കൊണ്ട് വിട്ട് നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയെ ഒന്ന് മാറ്റിമറിച്ചാൽ, എന്തിന് ഒന്ന് അറസ്റ്റ് ചെയ്ത് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ അടച്ചാൽ പോലും ഞാൻ ടെൻഷൻ പിടിച്ച് ചത്തു. ഒരു സംശയവും അക്കാര്യത്തിൽ എനിക്കില്ല. ആഹാരം പോലും ഇറങ്ങില്ല. പക്ഷേ മിണ്ടാപ്രാണി ആയതുകൊണ്ട് അവയെ ബലം പ്രയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് തന്നെ ചങ്ങലക്കിട്ട് നാട്ടിൽ കൊണ്ടുവരുന്നു. അതൊന്നും തന്നെ തീർത്തും പാടില്ലാത്ത കാര്യമാണ്. വലിയ വലിയ സാധനങ്ങളെ എടുത്തു മാറ്റാനായിട്ട് യന്ത്രങ്ങളുടെ സഹായം ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ആനപിടുത്തം ഒഴിവാക്കാൻ ഒക്കാത്തതായിരുന്നു ഒരു പരിധിക്കെങ്കിലും. ഇന്ന് കാട്ടിൽ അധിവസിക്കുന്ന ആനയെക്കൊണ്ട് മനുഷ്യന് എന്താവശ്യമാണുള്ളത്? ആകെയുള്ള ഒരാവശ്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, കുട്ടികളെ കാണിക്കാനായിട്ട് സൂ, മ്യൂസിയങ്ങളിൽ, മൃഗശാലകളിൽ അവയെ തീറ്റിപ്പോറ്റി പരിപാലിക്കുക എന്നുള്ളത്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെ പരിമിതമായ തോതിൽ 1-2 ആനകളെ പിടിച്ചു കൊണ്ടുവന്ന് അവയെ പരിപാലിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം നടക്കുന്ന കാര്യങ്ങളോ? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, വിളിച്ചാൽ വിളി കേൾക്കാത്ത, പൊട്ടനായ, അന്ധനായ, ബധിരനായ, ബുദ്ധിശൂന്യനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ കുറേ ആനകളെ നെറ്റിപ്പട്ടം കെട്ടി അതിൻ്റെ പുറത്തൊരു വിദ്വാനെ ഇരുത്തി, അവൻ്റെ അവസ്ഥയാണ് ഭയങ്കര കഷ്ടം. ഇത് വിരണ്ടോടുമ്പോൾ അതിൻ്റെ മുകളിലിരിക്കുന്നവൻ്റെ ഒരു രീതി പലപ്പോഴും ഈ ആന വിരണ്ടി ഓടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അവനെയാണ്. ഞാൻ എന്തായാലും കയറില്ല. കയറുന്ന വിഡ്ഢി, കയറ്റുന്ന വിഡ്ഢി. വിഡ്ഢിക്കൂട്ടമാണ് വിശ്വാസികൾ. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കാര്യം, സാമാന്യബോധം ഉള്ള ഒരാൾ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു ആനയെ ദൈവത്തെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച ശബ്ദ മലിനീകരണം ഇതിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് നിൽക്കാനൊക്കാത്ത രീതിയിൽ ചെണ്ടയും ബഹളവും ആളും ഇതൊന്നും ആന ഇഷ്ടപ്പെടുന്നതല്ല. ആനയുടെ ഇഷ്ടം ഇവന്മാർക്ക്
വിഷയമേ അല്ല, അടുത്തവരുടെ, അടുത്ത വ്യക്തിയുടെ, അടുത്ത ജീവിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കാൻ പറ്റത്തിൽ മസ്തിഷ്ക വികാസം നഷ്ടപ്പെട്ടു പോയ മൃഗങ്ങളാണ് ഇത്തരം കാടത്തം. കാടത്തമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സംശയിക്കും, ഇത്ര കാടത്തമല്ല. കാട്ടിൽ അങ്ങനെയൊന്നുമല്ല. ആവശ്യത്തിന് തല്ലിക്കൊല്ലുന്ന അവസ്ഥയേ ഉള്ളൂ. അല്ലെങ്കിൽ തൻ്റെ ആവാസാവസ്ഥ സ്ഥലത്തേക്ക് അതിക്രമിച്ചു വരുന്നത് ഓട്ടിക്കളയുക. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് വിശ്വാസികളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങളാകമാനം എല്ലാ വിശ്വാസികളും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയ്ക്കെങ്കിലും ഉത്തരമുണ്ടാക്കിയെടുക്കുമോ? മഴ പെയ്ക്കാൻ വേണ്ടി ആ പ്രാർത്ഥന, ആഹാരം വിളഞ്ഞു വരാനുള്ള അതൊന്നുമല്ല. രവിചന്ദ്രൻ സി പറയുന്നത് പോലെ മുറിഞ്ഞ കൈ ഒന്ന് വളർന്നു വരാൻ, അല്ലെങ്കിൽ പല്ലിയുടെ വാല് വളർന്നു വരും, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മുറിഞ്ഞു പോയ ഒരു കൈ, ഇപ്പോൾ ജോസഫ് പാഷൻ്റെ കൈ വെട്ടി മാറ്റിയപ്പോഴത്തേക്കും ചുന്നി വെച്ചു, ഒന്ന് പ്രാർത്ഥിച്ച് പറ്റുമോ? ഈ വെട്ടിയവന്മാർ തന്നെ പ്രാർത്ഥിച്ചാൽ ആ കുലാക്ക് ദൈവം, എല്ലാ ദൈവങ്ങളും കുലാക്കുകളാണ്. ഒരു പ്രയോജനവുമില്ലാത്ത മനുഷ്യൻ്റെ ഒരു അന്ധവിശ്വാസമാണ് ദൈവം. ഒരു ചില്ലി കാശിൻ്റെ പ്രയോജനമില്ല. ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ഗുരുതരമായ ഒരു രോഗത്തിൻ്റെ അടിമയാണ്. എന്നിട്ട് പോലും എനിക്ക് വിശ്വാസം വരുന്നില്ല. എൻ്റെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായിട്ട് പോലും എനിക്ക് വിശ്വാസം എൻ്റെ ഡോക്ടർമാരോടും അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോടുമാണ്. അവ എനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന രീതിയിലാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവൻ വിഡ്ഢി മാത്രമല്ല, ഭ്രാന്തനായി മാറുന്നുണ്ട്. ഇപ്പം ഒരു ക്ഷേത്രത്തിൽ ഒരു ആനയെ എഴുന്നള്ളിക്കണം. ഇതിൻ്റെ നേട്ടവും കോട്ടവും നമ്മൾ വകതിരിച്ച് രണ്ട് പട്ടികയായി തിരിച്ചാൽ നമുക്ക് നേട്ടത്തെ നോക്കാം. ആദ്യം എന്താ നേട്ടം? ആകെയുള്ള നേട്ടം ഈ ഭ്രാന്ത് കാണിക്കുന്നവരുടെ ആത്മസംതൃപ്തി അല്ലാതെ ഇതിനകത്ത് മറ്റൊരു നേട്ടവുമില്ല. അതായത് അന്യനെ ദ്രോഹിച്ചുകൊണ്ട്, ഈ അന്യനെ എന്ന വാക്കിന് ഒരു ചെറിയ ഭേദഗതി കൊടുത്തു, അന്യജീവിയെ ദ്രോഹിച്ചുകൊണ്ട് ഇവൻ ആത്മനിർവൃത്തി അടയാൻ ഇവൻ്റെ ഈ പേക്കൂത്തു ദൈവം അനുവദിക്കുമെങ്കിൽ, ആ ദൈവത്തെ എന്നെ മുമ്പിൽ കിട്ടുമെങ്കിൽ ഞാൻ ഡൈനമറ്റ് വയ്ക്കും. അതിനൊന്നുമില്ല, അവൻ്റെ തലയിലാണ്. ആ തലയെ ഡൈനമറ്റ് വയ്ക്കാൻ എൻ്റെ മനുഷ്യത്വം, എൻ്റെ ജനാധിപത്യ ബോധം സമ്മതിക്കില്ല. പകരം സഹതാപമാണ്. ഊളംപാറയിൽ ചെന്നാൽ ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടാൽ എന്ത് സഹതാപമുണ്ടാകുമാണ്. അതാണ് ഈ ആനപ്പുറത്തിരിക്കുന്ന, ആനയെ നയിക്കുന്ന, ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പോകുന്ന ഈ ഭ്രാ മാത്രം പറയുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ പറയുകയാണെങ്കിൽ മതനിഷേധമാണ്, മതം ഭയങ്കരമായി സങ്കടപ്പെട്ടു പോകും. ആരാ സങ്കടപ്പെടുന്നത്? ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ സങ്കടം ഉണ്ടാക്കിയെടുക്കണം. പറയുന്ന ആളിനെ മുദ്ര കുത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പം നമ്മുടെ കവി കുരീപ്പുഴ, അദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നം, യുവന്മാർ കോളാമ്പി വെച്ച് കെട്ടി അദ്ദേഹത്തെ ഉറങ്ങാൻ, ആ പരിസരവാസികളെ ആകെ ഉറങ്ങാൻ അനുവദിക്കാതെ, ഇവിടെ എൻ്റെ നാട്ടിൽ ആറ്റുകാൽ പൊങ്കാല, ഇവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ മാറിയാണ്, ഉൾപ്രദേശത്താണ്. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഇവൻ യുക്തിവാദിയാണ്, ഇവൻ എക്സ് മുസ്ലിമാണെന്ന് കരുതിക്കൊണ്ട് ഒരെണ്ണ എൻ്റെ തലയ്ക്കകത്ത് തന്നെ കൊണ്ടുവച്ച് കിട്ടും. എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ. ഇതാണ് ഭക്തി. അന്യനോടുള്ള കരുണകേടിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന ഒന്നാണ് ഈ ഭക്തി. പറയും ഞങ്ങൾ മതം സ്നേഹമാണ്, സാഹോദര്യമാണ്, സാന്ത്വനമാണ്. ഒന്നുമല്ല, ഇതൊക്കെ വെറും തോന്നലുകളാണ്. ഇത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് ആണെങ്കിൽ പോലും അത് ഉണ്ടാക്കി വയ്ക്കുന്ന വിന, ആ ഡിഫോൾട്ട് സെറ്റിംഗ് ആയ ദോഷവശങ്ങൾ എത്രത്തോളമാണ് നമ്മെ
അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ സസുഖം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ പറ്റൂ എന്ന ഒരു മൃഗത്തിനെ കള്ളവും ചതിയും പ്രയോഗിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് വേനൽക്കാലത്തും കഠിനമായ ചൂട്ടിലും എന്താ പറയുക, ചുറ്റും വാദ്യമേളങ്ങൾ കൂടി മനുഷ്യരൊക്കെ ചൂടി, ഒരു സാധാരണ മനുഷ്യന് ഭക്തി ഭ്രാന്തില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. എന്തിനാണിത്? ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ഇത്തരം അർത്ഥരഹിതമായ, വിവേകശൂന്യമായ, പരിസ്ഥിതിക്ക് ദോഷകരമായ, അന്യജീവിയോട് കാരുണ്യം ലവലേശമില്ലാത്ത ഒരു പ്രവൃത്തിയെ ന്യായാധിപന്മാരെന്ന് പറയുന്ന, മൈത്രേയൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വങ്കന്മാർ, അപ്രായോഗികം എന്ന് പറയുകയാണ്. ഈ പ്രായോഗികം അപ്രായോഗികം എന്താണത്? അപ്പോൾ ഈ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ വരികയാണെങ്കിൽ, ആനയുടെ നിയന്ത്രണങ്ങൾ അപ്രായോഗികം എന്ന് പറഞ്ഞാൽ ആന ഉത്സവ എഴുന്നേൽപ്പിന് കൊണ്ടുവരാൻ പാടില്ല എന്ന് ഏതെങ്കിലും ചങ്കൂറ്റമുള്ള ഒരു ഭരണാധികാരി, അങ്ങനെ ഇല്ല. മാലിന്യം തൂക്കാൻ പറഞ്ഞാൽ തൂക്കുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ. 10 വോട്ട് കിട്ടുമെങ്കിൽ അത് വാരി ഭുജിക്കാൻ പോലും മടിയില്ലാത്ത മിടുക്കന്മാരാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും അതിൻ്റെ അണികളുമൊക്കെ. അങ്ങനെയുള്ളപ്പോൾ ഈ നിയന്ത്രണം അപ്രായോഗികമെന്ന് പറയുമ്പോൾ എന്താണ് അപ്രായോഗികം? ഇപ്പോൾ കോടതി ശക്തമായി പറയുകയാണ്, അനുവദിക്കപ്പെട്ട ഡെസിമൽ, അനുവദിക്കപ്പെട്ട സമയം, ഇത് തന്നെ അപ്രായോഗികമാണെന്ന് എൻ്റെ അഭിപ്രായം. ഇത് പാലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കടുത്ത നീതികേടാണ്. അത് പാലിക്കപ്പെടണം. കാരണം ഇത് ദ്രോഹമാണ്, സാമൂഹ്യ തിന്മയാണ്. തിന്മയ്ക്ക് പകരം നന്മ നൽകേണ്ട, വിധിക്കേണ്ട കോടതി തന്നെ ഇവിടെ പറയുകയാണ് ഈ തിന്മ അപ്രായോഗികം ആണെന്നാണ്. വളരെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണിത്. നമ്മുടെ ജുഡീഷ്യറിയുടെ ഇൻറ്റഗ്രിറ്റി, അന്തസത്ത, ചിന്ത, അതിൻ്റെ ഉദ്ബുദ്ധത, ഇതിനെയൊക്കെ അങ്ങേയറ്റം തമസ്കരിക്കുന്ന, ഇതിനെ അങ്ങേയറ്റം അപ്രായോഗികമാക്കുന്ന ഒരു പ്രയോഗമാണ് ഈ അപ്രായോഗികം എന്ന പ്രയോഗം. അതുകൊണ്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയാണ്. അപ്പുറം ഒരു കോടതിയുള്ളത് സുപ്രീം കോടതിയാണ്. അതും സുപ്രീം, ഹൈ എന്നൊക്കെ പേരേ ഉള്ളൂ. അതിലൊന്നും കാര്യമായ വ്യത്യാസങ്ങളില്ല. കുറേ ചിന്ത തലയ്ക്കകത്തുള്ള ആളിൻ്റെ കയ്യിൽ ഈ ഫയൽ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. അതല്ല, ഒരു റാൻഡമായിട്ട് ഒരു വിശ്വാസി ആകുന്ന ഒരു ജഡ്ജിൻ്റെ കയ്യിലാണ് ഈ ഫയൽ കിട്ടുന്നതെങ്കിൽ, ഈ ആന എഴുന്നള്ളിപ്പിന് അതിൻ്റെ തൊട്ടു പുറകെ നിന്ന് അതിനെ അങ്ങേയറ്റം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു വിശ്വാസിയുടെ മനോഭാവം തന്നെയാണ് ഈ വിധിക്കുന്ന തീരുമാനമെടുക്കേണ്ട ജഡ്ജിക്കുമുള്ളത് എന്നുള്ള സത്യം നമുക്ക് നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് പിന്നെ ഒരു സമൂഹം മൊത്തത്തിൽ, ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്യുമ്പോൾ, ഒരു കുറ്റം ചെയ്യാൻ പാകത്തിൽ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നതിലും തള്ളിവിടുന്നതിലും ഒക്കെ സമൂഹത്തിന് ബാധ്യതയുണ്ട്, അയാൾ സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഇത് അപ്രായോഗികം എന്ന് പറയുന്നത് ഭക്തി മൂത്ത ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനങ്ങൾക്ക് തുല്യമാണ്. കർക്കശമായ ഒരു നിയമം കൊണ്ടുവരുന്നു. ആനയെ റോഡിൽ കൊണ്ടുവരാൻ പാടില്ല, കാട്ടിൽ നിന്ന് ആനയെ പിടിച്ചു കൊണ്ടുവരാൻ പാടില്ല. എന്താണ് ഇതിനകത്ത് അപ്രായോഗികമായി വരുന്നത്? ഇപ്പം ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് വേണ്ട എന്ന് വയ്ക്കുന്നു. നിനക്കൊക്കെ വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കും. അതിൻ്റെ തെളിവാണ് കോവിഡ്. ഇത് വന്നപ്പോൾ എവിടെ പോയി അപ്രായോഗികം? ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ ജഡ്ജിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കോവിഡ് വന്ന വേളകളിൽ ഇതൊക്കെ പ്രായോഗികമായിരുന്നോ അപ്രായോഗികമായിരുന്നോ? ശുംഭന്മാരുടെ നാട്ടിലാണത്.
ശുംഭന്മാരുടെ നാട്ടിൽ ശുംഭന്മാരുടെ ന്യായമാണ് നടപ്പിലാക്കുക. ആന എഴുന്നള്ളിപ്പ് തീർത്തും ഉടനടി തന്നെ രോഗബാധിതനാണ്. തടസ്സപ്പെടുത്തണം, വിധി കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യണം. ലംഘിക്കുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. കാരണം നമ്മെപ്പോലെ വികാരവും വിചാരവും വിക്ഷോഭവും ആഗ്രഹവും ഒക്കെ ഉള്ള മസ്തിഷ്ക വികാസ ജീവിയാണ് ആന. അതിന് നല്ല ഓർമ്മശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആനയെന്നല്ല ഏത് ജീവിയായാലും അതിനെ പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ പീഡിപ്പിക്കാൻ നിങ്ങളുടെ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ ചെന്ന് നിങ്ങൾ പീഡിപ്പിക്കുക. അങ്ങനെ പീഡിപ്പിക്കാനൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ അതിനെ എടുത്ത് പീഡിപ്പിച്ച്. ചുരുക്കി പറയുകയാണെങ്കിൽ ഭക്തി എന്നുള്ളത് ഭ്രാന്തായി മാറി അത് പരിസ്ഥിതിക്ക് പോലും വിനാശകരമായ രീതിയിലേക്ക് ഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ എന്താ പറയുക? സകലമാന റോഡുകളിലും ഉത്സവം നടക്കുമെങ്കിൽ എൻ ബ്ലോക്ക് 1 ഇഞ്ച് 5 അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനൊക്കാത്ത രീതിയിൽ മനുഷ്യനെ മാർഗദർശനമുണ്ടാക്കുന്ന അവിവേകത്തിൻ്റെ ഈ ഭക്തി ഡൈനമൈറ്റ് വെച്ച് തകർക്കണം. ബുദ്ധിയാണ്, ആളിനെ അല്ല. ആളിനെ തകർക്കാൻ നമ്മൾ പറയില്ല, അവനോട് നമുക്ക് സഹതാപമാണ്. അതുകൊണ്ട് ഇപ്പം ഒരു കൊടും കുറ്റവാളി, ബണ്ടി ചോർ പോലത്തെ കൊടും കുറ്റവാളി, അയാളോട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, ഒരു ആധുനിക മനുഷ്യ നിയമസംഹിത എങ്ങനെയാണ് പെരുമാറുന്നത്? അവനോട് കരുണ, കൃപ, സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവനോടെടുക്കേണ്ട നിയന്ത്രണങ്ങൾ, അവന് കൊടുക്കേണ്ട എന്താ പറയുക ആനുകൂല്യങ്ങൾ, സഹതാപങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരു ആനയോട്, ഒരു മൃഗത്തോട് നീ ഇത് കാണിക്കുകയാണെങ്കിൽ നിന്നെ എന്നാ വിളിക്കേണ്ടത്? ഇനിയിപ്പോൾ ചോദിക്കും, നീ ചിക്കൻ കഴിക്കാറുണ്ടോ, മട്ടൺ കഴിക്കാറുണ്ടോ? ഞാൻ ചിക്കൻ കഴിക്കും, ഇഷ്ടമാണ്. മട്ടൻ എനിക്ക് അത്രയും വലിയ ഇഷ്ടമല്ല, അത് കൊളസ്ട്രോൾ, അതൊരു ധാരണ. മട്ടനും ബീഫും ഒക്കെ വളരെ വലിയ കൊളസ്ട്രോൾ എന്നാണ് ഒരു ധാരണ മണ്ടയ്ക്കകത്തുള്ളത്. ചിക്കൻ ഇഷ്ടം പോലെ തട്ടിവിടും, കറി വെച്ച് വല്ലപ്പോഴുമൊക്കെ പൊരിച്ചുമൊക്കെ കഴിക്കും. ഏതെങ്കിലും കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മേശപ്പുറത്ത് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാൻ കൊളസ്ട്രോള്, BP, ഷുഗർ എന്ന് വേണ്ട എല്ലാമുള്ള ഒരാൾ ഇത് പൊരിച്ചു വച്ചിരിക്കുന്നത് കാണുമ്പോൾ ഈ ആനയെ ഉപദ്രവിക്കുന്നത് ആ മനോഭാവം എന്നിലേക്ക് കടന്നു വരും. ഇഷ്ടം പോലെ തട്ടിവിടും. നിയന്ത്രണങ്ങളൊക്കെ പള്ളിപ്പുറത്തായിരിക്കും, നമ്മളെ ആറ്റിങ്ങൽ പള്ളിപ്പുറത്തായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പൊന്നു ജഡ്ജിമാരെ, ഈ ആന നിയന്ത്രണം അപ്രായോഗികമെന്ന് മറ്റാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവന്മാരെ ഭ്രാന്ത എന്ന് ഞാൻ വിളിക്കുമായിരിക്കും. നിങ്ങളെ വിളിക്കാത്തത് എനിക്ക് നിങ്ങളുടെ സെല്ലുകളെ പേടിയാണ്, നിങ്ങളെ പേടിയാണ്. നിങ്ങൾ പിടിച്ച് എന്നെ കൊണ്ടാകല്ല. അപ്പം ഞാൻ വാസ്തവം പറഞ്ഞു, എൻ്റെ തോന്നലുകൾ ജനാധിപത്യത്തിൽ പറയാൻ അവകാശമുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂലച്ചൂടുണ്ടായിട്ട് നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ, ആനയെ പീഡിപ്പിക്കുന്നത് പോലെ തന്നെ എന്നെയും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് വാക്കുകൾക്ക് ഞാൻ നൽകേണ്ട ഗൗരവവും ദേഷ്യവും പ്രകോപനവും നൽകാത്തത്. പേടിയാണ് വാസ്തവത്തിൽ. അത്രത്തോളം മൈത്രേയൻ്റെ ഭാഷയിലെ ശുംഭന്മാർ വാഴുന്ന, ശുംഭന്മാരാൽ ഭരിക്കുന്ന, ശുംഭന്മാർ കൈയടക്കിയിരിക്കുന്ന നീതിന്യായ വ്യവസ്ഥ, ഇതിന് മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യാശയുണ്ടെന്നേ. എൻ്റെ ഒരു നിഗമനത്തിൽ പടിപ്പടിയായിട്ട് മനുഷ്യൻ പുരോഗമിക്കുകയാണ്. ഈ പുരോഗമനത്തെ പിന്നാക്കം വലിക്കാനുള്ള ഒരുപാട് ശക്തികൾ അവർ വലിക്കും. നമ്മൾ പിന്നോട്ട് വരും. എന്നാൽ അതിലുപരി
ഒരിഞ്ചെങ്കിലും മുന്നോട്ടായാനുള്ള ഒരു ശക്തി നമുക്കുണ്ട്. അത് കാരണം ഈ ഭക്തി കോമാളി ഭ്രാന്തൻ കൂട്ടങ്ങൾ ആനയോട് കാണിക്കുന്ന ഈ അനീതി, കാടത്തം നിൽക്കണം. ഈ ആന എഴുന്നള്ളിക്കുമ്പോൾ കൂടെ പോകുന്ന ഓരോ വിശ്വാസിയും ഒരു മിനിറ്റെങ്കിലും ചിന്തിക്കുക, നിങ്ങളെ ചങ്ങലക്കിട്ട് ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിൽ നിങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ഈ ആനയ്ക്കും അങ്ങനെ ചിന്തിക്കാനും ആഗ്രഹിക്കാനും അവകാശമുണ്ട് എന്ന കാര്യം ദയവ് ചെയ്തും മനസ്സിലാക്കുക. എൻ്റെയിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, നാട്ടിലുള്ള സകല ആനകളെ കാട്ടിലേക്ക് പറഞ്ഞയക്കുക. നമ്മൾ കാട്ടിലേക്ക് ബാബാ സുരേഷ് പാമ്പ് പിടിച്ചാൽ നേരെ കാട്ടിക്കൊണ്ടിടും. അയാൾ ഒരുപാട് വെഡിത്തം പറയുമെങ്കിലും ഈ പ്രവൃത്തി വളരെ നല്ല ശരിയാണ്. അതുപോലെ നാട്ടിലുള്ള എല്ലാ ആനകളെയും തടി പിടിക്കാൻ ആനയുടെ ആവശ്യമില്ല, ആവശ്യമുണ്ടായിരുന്നു. ഭംഗിയായിട്ട് ഇപ്പോൾ ചെയ്യാൻ മറ്റ് യന്ത്രങ്ങൾ നമുക്കുണ്ട്, അതുകൊണ്ട് ആ ആവശ്യവുമില്ല. ചുരുക്കി പറയാനുള്ള ആനയെ കൊണ്ടുള്ള ഒരാവശ്യം ആധുനിക മനുഷ്യന് തൽക്കാലമില്ല. ആകെ ഉള്ള ഒരാവശ്യം സൂവിൽ, മൃഗശാലകളിൽ നമ്മുടെ കുട്ടികളെ കാണിക്കാൻ വേണ്ടി നന്നായി പരിപാലിക്കുക എന്നതിൽ കവിഞ്ഞ ബാക്കി സകല ആനകളെയും നീതിയുക്തമായി, സ്നേഹത്തിൽ അധിഷ്ഠിതമായി, പരിസ്ഥിതി പ്രേമമുണ്ടെങ്കിൽ നാട്ടിലേക്ക് നിന്ന് കാട്ടിലേക്ക് തുറന്നു വിടുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് ആനകളെ, ആനപ്രേമികളെ നിങ്ങളുടെ പ്രേമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ഈ പ്രേമമുണ്ടല്ലോ, അതിന് കടുത്ത ക്രൂരതയാണ്, അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ചങ്ങലക്കിട്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നിർത്തിപ്പിക്കുകയാണെങ്കിൽ അത് സ്നേഹമാണോ? ആനകളെ വെറുതെ വിടൂ, ആനകളെ കാട്ടിലേക്ക് അയക്കുക. അതിലുപരിയായി ഏതെങ്കിലും ദൈവം ഇങ്ങനെ ആവശ്യപ്പെടുന്നുവെങ്കിൽ ആ ദൈവത്തെ ചങ്ങലക്കിട്ട് തെരുവിൽ വലിച്ചിഴക്കുക. നന്ദി, താങ്ക് യു.